ഈ ഒരു അടിപൊട്ടൽ ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചാണ്. കുറച്ച് വൈകിപ്പോയി. 10-23 ദിവസമായി ഇപ്പോൾ സോനം വാങ്ചോക്കിൻ്റെ ഹങ്കർ സ്ട്രൈക്കും കോക്രോച്ച് ജനതാ പാർട്ടിൻ്റെ പ്രൊട്ടസ്റ്റൊക്കെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ തുടങ്ങിയിട്ട് ഇന്നലെയാണ് അടിപൊട്ടിയത്. പോലീസുകാർ കയറി അടിച്ച് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ആകെ ഒരു ആവേശത്തിലാണ്. അതുപോലെ പോലീസുകാർ അതിലേറെ ആവേശത്തിലാണ്. നല്ല അടി കൊള്ളുന്നതും കിട്ടുന്നതും എല്ലാ വീഡിയോസും ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ ഇൻ്റർനെറ്റിൽ. ഇതൊന്നും നമുക്ക് എന്താണ്, ഇതൊരു സ്റ്റെയിൽമേറ്റ് ആണ്. ഇവരിത് ഒരു കാര്യം പറഞ്ഞു, അവർ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പറഞ്ഞ് അപ്പം നമുക്ക് ആസ് എ ലൈക്ക് എ പേഴ്സൺ ഹൂസ് സീയിങ് ഓൾ ദിസ്, നമുക്ക് എന്താണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കിതെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കുറച്ച് കാലത്തെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. അതിപ്പോൾ നീറ്റിൻ്റെ പ്രശ്നം എടുത്താലും നീറ്റിൻ്റെ എക്സാം മാറ്റി വെച്ചിട്ട് 21 കുട്ടികളെങ്ങാണ്ടാണ് സൂയിസൈഡ് വരെ ചെയ്തിരിക്കുക. അവർക്ക് ജീവിതം പോയി. കാരണം അത്രയും പ്രഷറുള്ളൊരു പരീക്ഷ നീറ്റ് റിപ്പീറ്റ് ബാച്ച് പോയവർക്കൊക്കെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അറിയാൻ പറ്റും. അതുപോലെ CBSE ഒരു ഇഷ്യൂ, CBSE ഡിജിറ്റലൈസേഷൻ ചെയ്തിട്ട് ആൻസർ ഷീറ്റ് കിട്ടിയതൊക്കെ വേറെ ആരുടെ ആൻസർ ഷീറ്റ് വേറെ കുട്ടികൾക്ക് കിട്ടിയിട്ട് അതും ഒരു പ്രശ്നം. മൊത്തത്തിൽ കുളമാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി. ഈ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ. കാരണം ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ അവരോടൊന്നും പറയാനില്ല. അപ്പോൾ ഒരു സംഭവം ഒരു മിനിസ്റ്റർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മിനിസ്റ്ററിനെ പുറത്താക്കാനോ അല്ല ആ മിനിസ്റ്റർ അക്കൗണ്ടബിലിറ്റി, ഇത് എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റാണ്, ഞാൻ പോണു, എനിക്ക് പണി പറ്റില്ല എന്നുകൊണ്ട് ഒന്നെങ്കിൽ ഇറങ്ങി പോകണം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അങ്ങനെ വളരെ റെയറായിട്ടാണ് സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒപ്പോസിഷൻ പാർട്ടീസ് അല്ലെങ്കിൽ ഒപ്പോസിഷനിൽ നമ്മളൊക്കെ വോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ ഗവർണർമാരെ, അവരെന്ത് ചെയ്യണം? അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് അത് മീഡിയേൻ്റെ മുന്നിലായിക്കോട്ടെ പാർലമെൻറ്റിലായിക്കോട്ടെ എല്ലാവരും ഇഷ്യൂ ആക്കിയിട്ട് ഒരു പ്രഷർ കൊടുത്ത് ഗവൺമെൻറ്റിന് ഈ ഒരു കേസ് അവരുടെ മുന്നിൽ എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു വലിയൊരു വോയിഡ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് ഈ CJPക്കാർ വന്നിരിക്കുന്നത്. CJPക്കാർക്ക് ഒരു അജണ്ടയുണ്ട്, എല്ലാവർക്കും അജണ്ടയുണ്ട്. CJPക്കാർക്ക് അജണ്ടയുണ്ട്. കോൺഗ്രസിന് ഇതിന്ന് നൈസായിട്ട് വിട്ടു നിൽക്കുന്നതിന് അവർക്ക് വേറെ അജണ്ടയുണ്ട്. BJPക്കാർക്ക് അവരുടെ അജണ്ടയുണ്ട്. എല്ലാവർക്കും അജണ്ട ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, നാളെ മോദിജി വന്നിട്ട് പറയാണ് ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒന്നും പോരെ, ഇവനൊക്കെ ഇവനെ പറഞ്ഞു വിടടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മോദിജിൻ്റെ സപ്പോർട്ടാണ് ഒന്നുകൂടി കൂടെ. കാരണം ജനങ്ങൾ ഇയാളിലൊന്ന് പുറത്താക്കാനും ഇയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതിപ്പോൾ ആര് ഇയാൾക്കെതിരെ പറഞ്ഞാലും, അതിപ്പോൾ CJP പറഞ്ഞാലും കോൺഗ്രസ്സുകാർ പറഞ്ഞാലും ഇപ്പോൾ BJPക്കാർ പറഞ്ഞാൽ തന്നെ പീപ്പിൾ വിൽ സ്റ്റാൻഡ് ബിഹൈൻഡ് ദം. അല്ലാണ്ട് ഈ കോക്രോച്ച് പാർട്ടിക്കാരുടെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടൊന്നും അല്ല അവരുടെ പിന്നാലെ അവരുടെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണെന്ന് ജനങ്ങൾ പറയുന്നത്.